മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ. നസീർ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ പടം, ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന പടം അച്ചാരാമണി ഓച്ചാരാമണി, അതിനകത്ത് നസീർ സാറാണ്. അന്ന് തൊട്ടുള്ള നസീർ സാറുമായിട്ട് ഒത്തിരി പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് പുള്ളിയുടെ കൂടെയാണ്. പിന്നെ ലൊക്കേഷനിൽ കൃത്യസമയം പാലിക്കുക, അല്ലെങ്കിൽ ഡേറ്റ് കറക്റ്റായിട്ട് ഇത് ചെയ്യുക എന്നുള്ളത് നസീർ സാറിന്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം എന്ന് നസീർ സാറാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സാറിന്റെ സ്നേഹം എന്ന് വെച്ചാൽ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നെ നമ്മളുമായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ആ പരിചയപ്പെടുത്തിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു നല്ലൊരു ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യൻ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സ് തൊട്ടറിയാൻ എനിക്ക് ഒത്തിരി ഒത്തിരി പടങ്ങൾ കൊണ്ട് സാധിച്ചു. പിന്നെ സാറിന്റെ പടങ്ങൾക്കെല്ലാം സാറിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയ്ക്ക് വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പഴയ പടങ്ങളിലെല്ലാം. എല്ലാ പടങ്ങളിലും നമുക്ക് നോക്കിയാൽ കാണാം, പക്ഷെ പടയോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണത്തില്ല. എന്ന് വെച്ചാൽ നസീർ സാർ തന്നെ ആ പടത്തിനകത്ത് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലോസപ്പ് എടുക്കുമ്പോൾ, വലിയ ലോങ് ഷോട്ട് എടുക്കുമ്പോൾ പറ്റത്തില്ലെങ്കിലും ക്ലോസപ്പ് എടുക്കുമ്പോൾ ഞാൻ സാറിന്റെ അടിയിൽ താഴെ പോയിരിക്കും. ഇരുന്നിട്ട് സാർ കൈ പൊക്കുമ്പോഴേ തന്നെ സാറിന്റെ കൈയൊക്കെ പിടിക്കും. അങ്ങനെ ഞാൻ ഈ കൈ പൊക്കാതെ എടുത്തിരിക്കുന്ന ഒരേ പടം എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ അകത്ത് വളരെ 3 or 4 പ്രാവശ്യം അല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ ഒന്നും പുള്ളി തന്നെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിപ്പോയി, ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറേ അത് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, സാറിനെ ഞാൻ നിർത്തി ഇങ്ങനെ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാറ് എനിക്ക് അനുവാദം തന്നു. അങ്ങനെ ചെയ്ത ഒരു പടമാണ് പടയോട്ടം. ഒരിക്കലും എനിക്ക് 1 വർഷം ഞാൻ കൂടെ നടന്നു ആ പടത്തിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ആ സ്നേഹം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു. 81 എന്റെ കല്യാണം നടന്നു. അന്ന് എനിക്ക് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് മലമ്പുഴ ഡാമിയുടെ കോട്ടേജിൽ എനിക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്ന നസീർ സാറാണ്. ഒരിക്കലും പുള്ളിയെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവസാന ഘട്ടങ്ങളിലും എനിക്ക് എൻ്റെ കൂടെ കുറേ ഇടങ്ങളിൽ ഞാൻ മറക്കില്ല ഒരിക്കലും. ഇതിന്റെ സമയത്തും എല്ലാം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും കാണുമ്പോഴും സാറുമായിട്ട് അത്രയധികം ഞാൻ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ആ ആത്മാവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്.